അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്ത്. അൽഹംദുലില്ലാ വലാക്കിബത്തുൽ മുത്തഖീൻ വലാ ഉദുവാന ഇല്ലാ അലല്ലാലിമീൻ വൗസല്ലി വൗസല്ലിം അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹബി അജ്മഈൻ അമാബാദ്. എല്ലാവരെയും ഹൃദ്യമായി സ്നേഹക്കൂട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പീസ് റേഡിയോ അതിൻ്റെ ഒരു നല്ല കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ വീടിനെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട് സന്തോഷം ഏവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷെ ആ സന്തോഷം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പലതും അതൊരു ആർട്ടിഫിഷ്യലിലേക്ക് പോകുന്നോ എന്നൊരു സംശയവും, അതല്ലെങ്കിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞൊരു എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് അതിനുള്ള പരിഹാരം എന്ത്? അല്ലേ, ഒരുപാട് പരിഹാരങ്ങളുണ്ട് നമ്മളെ വീട് സന്തോഷമുള്ളതാവാൻ. നമ്മുടെ മക്കളും അതുപോലെ ഭാര്യയും കൂട്ടുകുടുംബം ആരൊക്കെ നമ്മുടെ വീടുകളിലുണ്ട് അവർക്കൊക്കെ സന്തോഷം ലഭിക്കണം. ആ സന്തോഷം താൽക്കാലികമാവരുത്, എന്നെന്നും നിലനിൽക്കുന്ന സന്തോഷമാവണം. ഈ ലോകത്ത് ഉപകരിക്കുന്നതാവണം, പരലോകത്തേക്ക് മുതൽക്കൂട്ടാവുന്ന കാര്യങ്ങളാവണം. അതിനുള്ള കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഇൻഷാ അല്ലാ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നും ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത്, നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന ബഹുമാനനായ സയ്യിദ് സാറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഇനിയൊരു ഇൻട്രോൻ്റെ ആവശ്യമില്ലല്ലോ സാർ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീടിൻ്റെ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പല കാരണങ്ങൾ നമ്മളന്ന് പറഞ്ഞു. ഫിനാൻഷ്യൽ ഒരു ബജറ്റിങ്ങിൻ്റെ പ്രശ്നം അവിടെ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ചില പ്രശ്നങ്ങളും കൂടെയൊക്കെ ആഡ് ചെയ്യേണ്ടാവും. അതോടൊപ്പം തന്നെ ഇവയ്ക്കൊക്കെ വേണ്ട പരിഹാരം നമ്മുടെ സ്നേഹക്കൂട് കേൾക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പകർത്തി നമ്മുടെ വീട് സുരക്ഷിതമായ സന്തോഷപ്രദമായ ഒരു വീടാക്കി മാറ്റാനുള്ള ചേരുവകൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്കത് പറഞ്ഞു കൊടുക്കാം? ബിസ്മില്ല. ഇവിടെ നമുക്ക് ഒരു സൊല്യൂഷൻ പറയുമ്പോൾ സ്വന്തമായ ഒരു സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഏതൊരു സൊല്യൂഷൻ, ഏതൊരു റെമഡിയോ അല്ലെങ്കിൽ പരിഹാരവും നമുക്ക് നിർദ്ദേശിക്കേണ്ടതും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതും ദിവ്യബോധനത്തിൻ്റെ അടിത്തറയിൽ നമ്മോട് സംസാരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് നമുക്ക് ആധാരമായിട്ടുള്ളത്. കാരണം ആത്യന്തികമായ വിജയം അള്ളാഹുവിൻ്റെ സ്മരണയിൽ കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ജീവിത വിജയമാണെങ്കിലും വീട്ടിൽ സമാധാനവും സന്തോഷവും കൈവരണമെങ്കിലും പ്രവാചകചര്യയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് പ്രധാനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ ഒരു വീട് സ്വർഗ്ഗതുല്യമാവാൻ അല്ലെങ്കിൽ സമാധാനപൂരിതമാവാൻ നിർദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത ഒന്ന് സലാം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് ചൊല്ലേണ്ട പ്രാർത്ഥനകളുണ്ട്. അത് ബിസ്മില്ല എന്നുള്ള ആ ഒരു വചനം അതുണ്ടാക്കുന്ന സുരക്ഷിതത്വം, നിർഭയത്വം വളരെ വലുതാണ്. കാരണം ഏതൊരു കാര്യം നിങ്ങൾ തുടങ്ങുമ്പോഴും അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് നിങ്ങൾ തുടങ്ങുക. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങിയ ഒന്നും നഷ്ടമാവില്ല എന്നാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അയാൾ എവിടൊക്കെ വേണം എന്ന് ചോദിച്ചാൽ ബിസ്മില്ല കൊണ്ട് തുടങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒരു വിശ്വാസി വേണം. ബിസ്മില്ല എന്നുള്ള നാമം കൊണ്ട് തുടങ്ങാൻ പറ്റാത്ത ഒരിടവും ഒരു വിശ്വാസിയുടെ സാന്നിധ്യം ഉണ്ടാവാനും പാടില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവാൻ വേണ്ടി കൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമസ്കാരമാണ്. നമസ്കാരത്തിൽ ഈ ഐച്ഛികമായിട്ടുള്ള സുന്നത്തായ നമസ്കാരങ്ങളുണ്ട്, ഫർളായ നിസ്കാരങ്ങളുണ്ട്. സുന്നത്തായ നമസ്കാരങ്ങളുടെയൊക്കെ പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിക്കാൻ കൽപ്പിച്ചിരിക്കുന്നത് വീട്ടിൽ നിന്നാണ്. അപ്പോൾ വീടിനെ നിങ്ങൾ ശ്മശാനമാക്കരുത്, ഖബർസ്ഥാനാക്കരുത്. വീട്ടിൽ വെച്ച് നിങ്ങൾ നമസ്കാരവും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണവും വർദ്ധിപ്പിക്കണം. ഈ രണ്ട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇന്ന് പാലിക്കപ്പെടാതെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടകങ്ങളിൽ മനസ്സമാധാനം നഷ്ടപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം നമസ്കാരം അവിടെ നിർവഹിക്കപ്പെടുന്നില്ല. അതിന് ബദൽ ഇന്ന് 24 ഹവേഴ്സ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് മൊബൈൽ ഫോണാണ് അല്ലെങ്കിൽ ടെലിവിഷനാണ്. ചില വീടുകളിലൊക്കെ രാവിലെ ടെലിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങുന്ന സമയം വരെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കുട്ടികളുടെ കൈകളിലാണ് മൊബൈൽ ഫോണുള്ളത്. അപ്പോൾ ആ മൊബൈൽ സ്ക്രീനിൽ തെളിയുന്ന
കാര്യങ്ങൾ, അത് ഇൻസ്റ്റാഗ്രാം ആവാം, ഫേസ്ബുക്ക് ആവാം, വാട്സപ്പ് ആവാം, എന്തൊക്കെ ഉണ്ട് അതൊക്കെ, അത് കുട്ടികൾ 5 കുട്ടികളുണ്ടെങ്കിൽ 5 കുട്ടികൾക്ക് 5 മൊബൈൽ ഉണ്ടെങ്കിൽ 5 സ്ക്രീനുകൾ അവിടെ തെളിയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന്, അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് അകന്ന ഒരു വീടായി നമ്മുടെ വീട് മാറിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. അതിൻ്റെ റൂട്ട് കോസ് അല്ലെങ്കിൽ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഉണർത്തി വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻക, ആ ആയത്തിൽ അതുണ്ട്. അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് നിങ്ങൾ അകന്നു നിന്നാൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദിക്റിനെ നിങ്ങൾ അവഗണിച്ചാൽ അവിടെ ജീവിതം കുടുസാവും. അപ്പോൾ കുടുസാവുക എന്ന് പറഞ്ഞാൽ നേരോ ആവുക എന്നാണ്. അപ്പോൾ വീട്ടിൽ സമാധാനം നേരോ ആവുന്നതിനുള്ള ബേസിക് റീസൺ എന്താണ്? അള്ളാഹുവിൻ്റെ ദിക്ർ, അള്ളാഹുവിൻ്റെ സ്മരണ, അള്ളാഹുവിൻ്റെ ഉത്ബോധനം ആ വീട്ടിൽ നിന്ന് അന്യമായിട്ടുണ്ട്. അപ്പോൾ ഈ റെമഡി അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക എന്നുള്ളത് മാത്രമാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, എത്ര അർത്ഥവത്തായ വാക്കുകളാണ് അല്ലേ. അല്ല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണ്. നോക്കൂ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് ഹൃദയത്തിന് ശാന്തി അടയാൻ സാധിക്കൂ, സമാധാനം അടയാൻ സാധിക്കൂ എന്നാണ്. നമ്മുടെ വീടുകളും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന ഭവനങ്ങളാണെങ്കിലേ നമ്മുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ പാരായണത്തിനെ കുറിച്ച് പറഞ്ഞു, സലാം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, സുന്നത്ത് നമസ്കാരങ്ങൾ വീടുകളിൽ വെച്ച് നിർവഹിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെയൊക്കെ പറയുമ്പോഴും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പാരായണത്തിനെ കുറിച്ച് പറയുമ്പോൾ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ, അധികം പണ്ടൊന്നും വേണ്ട, അപ്പോൾ നമ്മുടെയൊക്കെ ഒരു പ്രായത്തിൽ നമ്മുടെയൊക്കെ ഒരു പ്രായത്തിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാലുടൻ വിശുദ്ധ ഖുർആനിൽ നിന്നും 1, 2, 3 പേജുകൾ പാരായണം ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്തുള്ളൂ ബാക്കിയുള്ള വിഷയങ്ങൾ പഠിക്കാൻ ആരംഭിക്കുകയുള്ളൂ എന്നുള്ളൂ. അപ്പോൾ ആ ഒരു ശീലം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ മക്കൾ, നമ്മളൊക്കെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ടോ ഇന്ന്? ഇല്ലെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ വെക്കേഷൻ സമയമാണ്. ഈ വെക്കേഷൻ സമയത്തിൻ്റെ ഈ ഒരു അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇനിയും നമുക്ക് പരിഹാരങ്ങൾ അന്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അഥവാ നമ്മുടെ മക്കളൊക്കെ വ്യത്യസ്ത പ്രായത്തിലുള്ള മക്കളുണ്ടാവും. ആ മക്കളുടെ പ്രായം കണക്കിലെടുത്തുകൊണ്ട് അവർക്കൊരു നിശ്ചിത സൂറത്തുകൾ, നിശ്ചിത ഭാഗങ്ങൾ ബൈഹാർട്ടാക്കാൻ, ഹിഫ്ളാക്കാൻ പറ്റിയ സന്ദർഭമാണിപ്പോൾ. ആ കുട്ടികൾ ആ ഖുർആൻ മനഃപ്പാടമാക്കട്ടെ. അതിന് അവർക്ക് ഫോൺ ഉപയോഗിക്കാം, നല്ല കാര്യങ്ങളുടെ ഖിറാഅത്ത് അവർക്ക് കേൾക്കാം. ഇങ്ങനെ ഒരുപാട് പരിഹാരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നിർദ്ദേശിച്ച പരിഹാരങ്ങൾ. ആ പരിഹാരങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വീട് സന്തോഷമുള്ളതായി തീരുമെന്നുള്ളതാണ് പറഞ്ഞത്. അവിടെ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കൾച്ചറാണ് ഇസ്ലാം. ഇസ്ലാം എന്നുള്ളത് ഒരു സിസ്റ്റം, ഒരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം ഒരിക്കലും വെറുതെ വരില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ബോധപൂർവം ജോലി ചെയ്യണം, പണിയെടുക്കണം അല്ലേ. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുക എന്നുള്ളത് വെറുതെ സംഭവിക്കുന്നതല്ല. ഇപ്പോൾ ഹിഫ്ള് ആക്കാൻ വേണ്ടി സ്ഥാപനങ്ങളിൽ നമ്മൾ മക്കളെ ചേർക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ കുട്ടികൾ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നുണ്ട്. ആ പഠിച്ചത് ആണ് അവർ ജീവിതത്തിൽ പുലർത്തുന്നത്. അപ്പോൾ അതേ ഒരു സിസ്റ്റം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ മതി. അതുപോലെ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുത്തത് എങ്ങനെയെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. വല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. അപ്പം ഇന്ന് നമ്മുടെ വീടിനെ സംസ്കരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം തദബ്ബുറോടുകൂടി അല്ലെങ്കിൽ തഫക്കുറോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അല്പസമയം സുബഹി നമസ്കാരത്തിന് ശേഷം വീട്ടിൽ ഉമ്മ, ഉപ്പ, മക്കളടങ്ങുന്ന ആ മെമ്പേഴ്സ് ഒന്നിച്ചിരുന്ന്, ഇപ്പോൾ ഡൈനിങ് ടേബിളും സംവിധാനങ്ങളും ഒക്കെ നമുക്കുണ്ട്, അവിടെ വെച്ചുകൊണ്ട് മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ആ ഒരു സിസ്റ്റം നമ്മൾ റൺ ചെയ്താൽ, ഇപ്പോൾ ഖുർആൻ പഠിക്കുന്ന, മനഃപ്പാടമാക്കുന്ന, അല്ലെങ്കിൽ ഖുർആന് സമയം നീക്കിവെക്കുന്ന ഒരു അവസ്ഥ വിശുദ്ധ റമളാനിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ശീലിക്കേണ്ടത്, അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായി നമ്മൾ കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മൾ അത് തീരുമാനിക്കുക എന്നുള്ളത്. അതുപോലെ ഒന്നിച്ച് പള്ളിയിൽ പോകുക എന്നുള്ളത്. പല വീടുകളുടെ അടുത്തും പള്ളിയുണ്ട്. ഉമ്മ, ഉപ്പ, മക്കൾ ഒന്നിച്ച് പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നുള്ളത് ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവും. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവാനുള്ള റൂട്ട് കോസ് എന്ത്? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അത് നമ്മൾ പുതുതായി കണ്ടെത്തേണ്ടതില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിന്
അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂമിനോട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യം എന്താണ്? നീ ബാങ്കിന് ഇജാബത്ത് ചെയ്യണം എന്നുള്ളതാണ്. അന്ധനായ ഒരു സഹാബിക്ക് ആ നിർദ്ദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവമാണ് അത് സൂചിപ്പിക്കുന്നത്. ഫർളായ നമസ്കാരം വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നവരുടെ വീടുകൾ തീ കൊടുത്ത് ചാമ്പലാക്കണം അല്ലെങ്കിൽ ചാമ്പലാക്കാൻ നിർദ്ദേശിക്കപ്പെടുമോ എന്ന് തോന്നിപ്പോയി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം വീണ്ടും ഉണർത്തുകയാണ്. അപ്പോൾ ഫർളായ നിസ്കാരം ജമാഅത്തായിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കുക എന്നുള്ള സിസ്റ്റം അവിടെ നമ്മളെവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒന്ന് ഒക്കെ ഇൻട്രോസ്പെക്റ്റാണ്. നമ്മൾ സ്വയം വിശകലനം ചെയ്യുക, ആത്മപരിശോധന നടത്തുക. അവിടെ നമ്മൾ വീക്കാണ്. അപ്പോൾ നമുക്ക് വീടകങ്ങളിൽ സമാധാനം നഷ്ടപ്പെടാനുള്ള റീസൺ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിൽ നമ്മൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു സലാം വർദ്ധിപ്പിക്കുക. അത് ആളെ ഗ്രൂപ്പൊക്കെ നോക്കിയിട്ട് സലാം പറയുന്ന അവസ്ഥ കുറേ ആളുകൾക്കെങ്കിലും ഉണ്ട്. അത് നമ്മളും അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അല്ലേ സലാം പറയുക എന്നുള്ളത് കൊണ്ട് നമുക്ക് നഷ്ടമല്ല, ലാഭമാണ് കിട്ടുന്നത്. മൂന്നാമത്തെ സംഗതി, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട അദ്കാറുകൾ. അതൊരു ബേസാണ്, നമുക്കൊക്കെ അറിയാം. പക്ഷെ അത് പ്രാക്ടിക്കൽ ലെവൽ ഇംപ്ലിമെൻറ്റേഷനിൽ പരാജയമാണ്. അല്ലേ, രാവിലെ ഇപ്പോൾ അസ്ബഹന വസ്ബഹൽ മുൽക്കുലില്ല എന്നുള്ള ആ പ്രാർത്ഥന കൊണ്ട് തുടങ്ങാൻ പറഞ്ഞു. അതുപോലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുമ്മ ആഫിനി ഫഅദനി എന്നുള്ള പ്രാർത്ഥന. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഒരു 15 മിനിറ്റ് മതി അതെല്ലാം കൂടി ചൊല്ലാൻ. അത് ചൊല്ലിക്കൊണ്ട് നമ്മുടെ ആ ലൈഫ് ആരംഭിക്കുക. സുബഹിക്കുള്ള നിസ്കാരത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാതിരിക്കുക. കാരണം ഏത് തിരക്കുള്ള ആളാണെങ്കിലും അയാൾ സുബഹിക്ക് പള്ളിയിൽ വരുന്നതിൽ അയാൾക്ക് പ്രശ്നമല്ല. കാരണം വീട്ടിലുണ്ടാവും. അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ള ഒരു ശീലത്തിലേക്ക് കുടുംബത്തിലുള്ള അംഗങ്ങളെ സാവകാശം നമ്മൾ എത്തിക്കണം. അപ്പോൾ വീട് ബർക്കത്ത് ചെയ്യപ്പെട്ട ഒരു വീടായിട്ട് ആ വീട് മാറുന്നുള്ളതിൽ സംശയമില്ലല്ലോ. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമാക്കപ്പെട്ട ആ നമസ്കാരം നമുക്ക് ഐച്ഛികമാണ് എന്നുള്ളത് കൊണ്ട് നമ്മളതിനെ അവഗണിക്കാതെ ആ തഹജ്ജുദ് നമസ്കാരത്തിൽ മിനിമം ഒരു 3 റക്അത്തെങ്കിലും അല്ലെങ്കിൽ ഒരു 5 റക്അത്തെങ്കിലും നിസ്കരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ വീടിനെ നമ്മൾ കൊണ്ടുവരിക. ഈ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതിൻ്റെ പ്രത്യേകതകൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ബ്രെയിൻ ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതും മെമ്മറി ഏറ്റവും സ്ട്രോങ് ആയി വർക്കൗട്ട് ചെയ്യുന്ന ടൈം അതിരാവിലെയാണ്. ഒരു 4 മണിക്കൊക്കെ ഒരാൾ സ്ഥിരമായിട്ട് ഉണരുകയാണെങ്കിൽ അതൊരു മിറാക്കുലസ് ചേഞ്ച്, അത്ഭുതാവഹമായ മാറ്റം ഉണ്ടാക്കും. ഇന്ന് വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ, ജീവിതത്തിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കിയ, ഭൗതിക ജീവിതത്തിൽ തന്നെ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളുടെയൊക്കെ ജീവിത കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെ തന്നെ അതിരാവിലെ എഴുന്നേൽക്കുന്നവരാണ്. എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അപജയം ഞാൻ പറയാതെ തന്നെ ഷമീം സാറിന് അറിയാം. ഇന്ന് കുട്ടികളൊക്കെ രാവിലെ ഉറങ്ങുകയാണ്. ഇതെവിടുത്തെ സിസ്റ്റമാണ്? അതിരാവിലെ വർക്ക് ചെയ്യേണ്ടതിനുള്ള ഏറ്റവും വലിയ പാഠം പ്രകൃതിയിൽ നമുക്കുണ്ട്. പക്ഷികളൊക്കെ, പറവകൾ, എല്ലാ ജീവികളും അതിരാവിലെ എഴുന്നേറ്റിട്ട് അവരുടെ ഉപജീവനം തേടി പോവുകയാണ്. ഇന്ന് നമ്മുടെ മക്കൾ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. 8 മണിക്കോ 9 മണിക്കോ ഒക്കെ ഉണരുന്ന കുട്ടികളുണ്ട്, 10 മണിക്ക് ഉണരുന്നവരുണ്ട്. ഇവർ ഉറങ്ങുന്നത് എങ്ങനെയാണ്? ലേറ്റായിട്ടാണ് അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വീടെങ്ങനെ സമാധാനപൂരിതാവുക? വീട് സമാധാനപൂരിതമാവാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ സന്ദേശങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലുക എന്നുള്ളത്, അതായത് നമ്മുടെ സ്പിരിച്വൽ ലെവല് ഫാൾട്ടിയാണ്. ആത്മീയ തലങ്ങളിൽ നമ്മൾക്ക് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അത് കറക്റ്റ് ചെയ്യാത്ത കാലത്തോളം നമുക്ക് സമാധാനം കിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ആത്മീയമായി ഒരു നല്ല ജീവിതക്രമമുണ്ടെങ്കിലേ ഒരു റിയൽ ഹാപ്പിനെസ് നമ്മുടെ ലൈഫിലേക്ക് എത്തൂ എന്നുള്ളതാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേൽക്കുക എന്നതാണ്. ഇന്ന് നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് കുട്ടികൾ, അത് വെക്കേഷൻ്റെ സമയത്ത് പ്രത്യേകിച്ചും നമുക്ക് പറയാൻ പറ്റും, കുട്ടികൾ ഏറെ വൈകിട്ടാണ് കിടക്കുന്നത്, എഴുന്നേൽക്കുന്നതും അതുപോലെ തന്നെ ഏറെ വൈകിയാണ്. അത് മാറ്റിയേ മതിയാവൂ. ജീവിതത്തിനൊരു താളമുണ്ട്, ഒരു ക്രമമുണ്ട്. ആ ക്രമം എന്നത് നേരത്തെ എഴുന്നേറ്റ് തങ്ങളുടെ ജീവിതോപാധികൾ തേടുക, അന്വേഷിക്കുക, അതിനുള്ള വിഭവങ്ങൾ കണ്ടെത്തുക എന്നതാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ കാലം തൊട്ട് തന്നെ ചെറിയ കുട്ടികളിൽ തന്നെ ഈ ഒരു ശീലം വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആത്മീയമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് തഹജ്ജുദ് നമസ്കാരങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞു, സുബ്ഹ് ജമാഅത്തിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ച് പറഞ്ഞു. പ്രത്യേകിച്ച് വേറെ ജോലികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സമയമാണത്, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന നമസ്കാരമാണത്. അതിൽ നമ്മൾ എവിടെ ഉണ്ട് എന്നുള്ളത് ഒക്കെ ഒരു ആത്മവിചിന്തനം നടത്തേണ്ട, സ്വന്തത്തോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളും ചില ചിന്തകളുമാണ് പീസ് റേഡിയോ സ്നേഹക്കൂട് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടത്. അതോടൊപ്പം തന്നെ അദ്കാർ സ്വബാഹിൻ്റെ മഹത്വത്തിനെക്കുറിച്ച്, അദ്കാറുൽ മസാഇൻ്റെ മഹത്വത്തിനെക്കുറിച്ച്, ജീവിതത്തിൽ ഇതൊക്കെ വേണം. പീസ് റേഡിയോ സംവിധാനങ്ങൾ അതിലുണ്ട്. അതോടൊപ്പം തന്നെ ജമീൽ ആപ്പ് എന്നൊരു ആപ്പ് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഫോണിൽ ലഭ്യമാണ്. പ്രഭാത പ്രാർത്ഥനകളും അതുപോലെ തന്നെ വൈകുന്നേരം സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനകൾ, നിത്യജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വരുന്ന പല രൂപത്തിലുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ ലഭ്യമാകുന്ന നമ്മുടെ ഒരു ആപ്പാണ് ജമീൽ ആപ്പ്. അത് ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്ത ആളുകളെ ഒന്ന് ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ചും നമ്മുടെ ജീവിതം സന്തോഷം തേടുന്ന, സന്തോഷം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏറെ ഉപകരിക്കുന്നതാണ് എന്നുകൂടി പറയുകയാണ്. ജമീൽ ആപ്പ് ഇല്ല എങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഫോണിൽ അത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സർ, ഇന്ന് മുമ്പത്തെ പോലെയൊന്നുമല്ല, അറിവുകൾ തേടാനും അല്ലെങ്കിൽ കണ്ടെത്താനുള്ള വിഭവങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ ആളുകൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായി എവിടെ നിന്നെങ്കിലൊക്കെ സന്തോഷം കിട്ടുകയാണെങ്കിൽ അതിനെമ്പാടും ക്യാഷുകൾ ചിലവഴിക്കാനും സമയം ചിലവഴിക്കാനൊക്കെ റെഡിയാണ്. പക്ഷെ അത് വളരെ നൈമിഷികമാണ്. അത് കഴിഞ്ഞാൽ അതെല്ലാം നഷ്ടപ്പെട്ട ഒരു കുറ്റബോധ മനസ്സോട് കൂടിയിട്ടാണ്. പക്ഷേ അറിവുകൾ തേടാനും അത് ജീവിതത്തിൽ പകർത്താനും അത് നിത്യമായി കൊണ്ട് നടക്കുമ്പോൾ ഉള്ളൊരു ആത്മസന്തോഷം തരേണ്ടത് വേറെ തന്നെയാണ്. അതിനുള്ള അവസരങ്ങൾ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ എവിടേക്കോ പിശുക്ക് കാണിക്കുന്നുണ്ടോ എന്നുള്ളൊരു അല്ല, എനിക്ക് തോന്നിയൊരു സംഗതി സാർ, ഇത് ഇപ്പോൾ നമ്മൾ ഈ സംഘടനാ തലങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല പ്രോഗ്രാമുകളുണ്ട്. അതിൻ്റെയൊക്കെ പിന്നെ ബെനഫിഷ്യറീസ് അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കൾ, അത് നേടുന്നവർ നമ്മുടെ ആളുകൾ മാത്രമാവുകയാണ്. നേരെ മറിച്ച് അത് ജനകീയവൽക്കരിക്കപ്പെടണം. എൻ്റെ പോയിൻ്റ് അതാണ്. അതായത് ഇപ്പോൾ ഇവിടെ വിളമ്പുന്ന സംഗതികൾ നല്ലതാണ്, ഈവൻ പീസ് റേഡിയോ അതിൻ്റെ കാര്യങ്ങൾ നല്ലതാണ്, ഏറ്റവും നല്ല സന്ദേശങ്ങളാണ് നമ്മൾ കൈമാറുന്നത്. പക്ഷേ അത് വിളമ്പുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഘട്ടത്തിൽ അത് കേൾക്കുന്നവർക്ക് മാറ്റം ഉണ്ടാവും, ഒരു സംശയവുമില്ല. ഇപ്പോൾ കൗൺസിലിങ്ങിന് എത്തുന്ന ഒരുപാട് ക്ലയൻസ് ഞാൻ മനസ്സിലാക്കിയതാണ് ഞങ്ങളോട് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ആദർശം മനസ്സിലാക്കാത്ത, ആദർശത്തിൻ്റെ വിശുദ്ധി മനസ്സിലാക്കാത്ത ഒരുപാട് ക്ലയൻസ് കൗൺസിലിങ്ങിനെത്തുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി ഇഷ്യൂ ആയിട്ട് വന്ന പയ്യനോട് ഞാൻ ചോദിച്ചു, മോനെ നീ നിസ്കരിക്കുന്നുണ്ടോ, നിൻ്റെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? അവൻ പറഞ്ഞു ഇല്ല, വല്ലപ്പോഴൊക്കെ നിസ്കരിക്കുന്നുണ്ട്. അതായത് ജീവിതത്തിൽ ആത്യന്തികമായ സന്തോഷം നഷ്ടപ്പെടുന്ന ഉള്ള റീസൺ അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് പോയതാണ്, നിസ്കരിക്കാത്തതാണ് എന്നുള്ള ബാലപാഠം പോലും ഒരു 35 വയസ്സായിട്ട് ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി എപ്പോഴാണ് കിട്ടുക? ഒരു 35 ഇയേഴ്സ് ആയിട്ട്, ഒരു 35 വയസ്സായിട്ട് ഒരു പയ്യന് എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കുന്ന ഏറ്റവും പവിത്രമായ കർമ്മം, നാളെ പരലോകത്ത് അള്ളാഹു ചോദ്യം ചെയ്യുന്ന ഒന്നാമത്തെ കർമ്മം നിസ്കാരമാണ്. എന്നാൽ ആ വ്യക്തിക്ക് 35 വയസ്സായിട്ടും തിരിച്ചറിവ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി ഇപ്പോൾ റസൂലറ്റ് ഏതൊരു ഇടത്ത് ചോദിക്കണം, ഇനി എപ്പോഴാണ് നേരം വിളിക്കുക അല്ലേ? എന്നിട്ട് കുടുംബം എന്താണ്, കൊയമാട്ടായി നടക്കുകയാണ്. എന്നിട്ട് ഇവൻ ലഹരി ഉപയോഗിക്കുകയാണ് അല്ലേ? ലഹരി ഉപയോഗിക്കാൻ പോകുന്ന കുട്ടികൾ ലഹരി എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? സന്തോഷം കണ്ടെത്താനാണല്ലോ, സമാധാനം കണ്ടെത്താനാണ്. അല്ലെങ്കിൽ പിയർ ഇൻഫ്ലുവൻസ് കൊണ്ട് അവരുടെ ഫ്രണ്ട്സ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. അല്ലെങ്കിൽ ഇത് നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ പ്രേരണയ്ക്ക് വഴങ്ങിക്കൊണ്ടാണ് ഇവനിത് ഉപയോഗിക്കുമ്പോൾ അവന് കിട്ടുന്ന മെസ്സേജ് എന്താണ്? സന്തോഷവും സമാധാനവും ത്രില്ലടിക്കും എല്ലാം നമുക്ക് മറക്കാമെന്നുള്ളതാണ്. പക്ഷെ അത് ടൈം ബീങ് ആണ്, കുറഞ്ഞ സമയത്തിനേ ഉള്ളൂ. എന്നാൽ വിശുദ്ധ ഖുർആൻ്റെ തിലാവത്ത് വളരെ മനോഹരമായി, നല്ല ഒരു കാര്യൻ്റെ തിലാവത്ത് വളരെ മനോഹരമായി നമ്മൾ കേൾക്കുമ്പോൾ ആ സമയം അത്രയും നമ്മൾ എന്താണ്, മനസ്സമാധാനത്തിലാണുള്ളത് അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അദ്ദേഹം മറ്റുള്ളവരെ കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യിപ്പിച്ചിട്ട് അത് ആസ്വദിക്കുകയാണ്. ആസ്വാദനം എന്തുകൊണ്ടാണ്? കാരണം വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ഹർഫിനും എന്തുണ്ട്, ആ ഒരു മാസ്മരികതയുണ്ട്. ഈ മാസ്മരികത ഉണ്ട് എന്നും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തോടാണ് സംവദിക്കുന്നത് എന്നും
നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് കിട്ടുന്നില്ല. അവരത് മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ ഹലാവത്ത്, അതിൻ്റെ മാധുര്യം അവർ ആസ്വദിച്ചിട്ടില്ല. ആസ്വദിക്കാത്ത കാലത്തോളം അവരതിലേക്ക് വരില്ലല്ലോ. കാരണം അത് ആസ്വദിക്കാനുള്ള സമയം അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടുന്നില്ല. അവർ നെട്ടോട്ടോടുകയാണ്. എന്താ അവരുടെ വിഷയം? അവരൊന്നുകിൽ സയൻസ് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോമേഴ്സ് എടുത്തിട്ടുണ്ടായിരിക്കും. അവരുടെ പാരൻസ് അവരെ നിർബന്ധിക്കുകയാണ്. എന്ത്? നീ എവിടെയെങ്കിലും എത്തിപ്പെടണം, നല്ല ജോലി വാങ്ങണം, നല്ല പൊസിഷനിലെത്തണം. ഓക്കെ, ഈ നല്ല പൊസിഷനിലെത്താൻ വേണ്ടി ഭൗതിക സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതോടൊപ്പം അവൻ്റെ ലൈഫിലേക്ക് കൊടുക്കേണ്ട ആത്മീയമായിട്ടുള്ള ആ സ്പിരിച്വൽ എൻലൈറ്റൻമെൻറ്റ്, ആത്മീയമായിട്ടുള്ള ചൈതന്യം അത് കിട്ടാതെ പോകുന്നു. അത് കിട്ടാതെ പോകുമ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിലാണ് ലഹരിയിലേക്ക് കുട്ടി എത്തുന്നത്. പിന്നെ ആ കുട്ടി തലം വിടുകയാണ്. എവിടെ എത്തുകയാണ്? ഇവിടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾക്കുണ്ട്. അപ്പോൾ രക്ഷിതാവ് ചെറുപ്പം തൊട്ട് ഈ ഒരു മാഹൗല് ഹി ഹാസ് ടു ക്രിയേറ്റ് ഇൻ ദി ഹോം. നമ്മളെ വീട്ടിലുണ്ടാക്കണം. പ്രത്യേകിച്ച് ഒരു +2 തലം വരെ ഒരു കുട്ടിക്ക് നിർബന്ധമായിട്ടും കിട്ടേണ്ടതാണ് റിലീജിയസ് നോളജ്. ആ ഒരു 12ാം ക്ലാസ് വരെ ആ കുട്ടിക്ക് ആ ഒരു ബേസ് നമ്മൾ കൊടുത്തിട്ട് പിന്നെ ഭൗതികമായ ഏത് പഠനത്തിലേക്കും കുട്ടിയെ പറഞ്ഞയച്ചാലും ആ കുട്ടിക്ക് മനസ്സിലാവും എന്ത്, എൻ്റെ ബേസ് ഇതാണെന്ന്. എന്നാൽ ആ ഒരു 10ാം ക്ലാസ്സിൻ്റെ പീരീഡ് മുതൽ കുട്ടി ഫ്രീ ആകുമ്പോൾ പിന്നെ കുട്ടിയെ സ്വാധീനിക്കുന്നത് മോശപ്പെട്ട കമ്പനികളായിരിക്കും. അവരെന്താണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ പിന്നാലെ ആയിരിക്കും നമ്മുടെ കുട്ടികൾ പോവുക. സ്വാഭാവികമായിട്ട് ലഹരിയൊക്കെ ഉപയോഗിച്ച ഒരു കുട്ടിയാണെങ്കിൽ അവൻ്റെ റേഞ്ച് പോവാണ്. പിന്നെ നമ്മൾ പറയുന്ന ഒന്നും ഉൾക്കൊള്ളാൻ അവനക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ വീടിനെ സ്വർഗതുല്യമാക്കണമെങ്കിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കാലഹരണപ്പെട്ടിട്ടില്ല, അത് അപ്ഡേറ്റഡ് ആണ് എന്നുള്ള സത്യത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ പാരൻസിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ പാരൻസ് നിർവഹിച്ചേ പറ്റൂ. അതിന് അപ്ഡേഷൻ ആദ്യം വാപ്പാക്കും ഉമ്മാക്കും വേണ്ടത്. വാപ്പാക്കും ഉമ്മാക്കും അപ്ഡേഷൻ ഇല്ലാത്ത കാലത്തോളം ഈ കുട്ടികൾ ഇവരെ കേൾക്കില്ല. കാരണം നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട കാര്യമല്ല ഇതൊന്നും. ആസ്വദിച്ച് നിസ്കാരത്തെ കാണാൻ, ഖുർആൻ പാരായണത്തെ കാണാൻ, ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങളുടെയും പരിഹാരമാണ് ഖുർആനിലുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടാൻ അതിനുള്ള അവസരങ്ങൾ, മനോഹരമായ കഥകൾ, അല്ലേ, ഇസ്ലാം ആശ്ലേഷിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ ഉന്നത തലങ്ങളിലെത്തിയവരാണ്. അവർ ഖുർആൻ ആസ്വദിക്കുന്ന ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ പ്രകാശം നുണയുന്നു, എന്നിട്ട് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇത് അപ്ഡേറ്റ് ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പാരൻസിന് ഇത്തരം നോളജ് വേണം, അല്ലേ, അത്തരം റീഡിങ്സ് പാരൻസിന് വേണം. പണ്ടത്തെ ഏതെങ്കിലും ഒരു സഹാബിൻ്റെ കഥയും പറഞ്ഞ് കുത്തിരുന്നിട്ട് കാര്യമല്ല. അത് പറയേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അത് പറയുന്നതോടൊപ്പം ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള വികാരം എന്ത് എന്ന് അപ്ഡേറ്റഡ് ആയിട്ട് പാരൻസ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ, ടീച്ചേഴ്സ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ, മദ്രസ അധ്യാപകർ, അണ്ടർലൈൻ ഇറ്റ്, മദ്രസ അധ്യാപകർക്ക് വലിയ മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഒരു 2 മിനിറ്റ് പോലും സംസാരം കേൾക്കാൻ ഈ ക്ഷമയില്ലാത്ത കുട്ടികളാണ് മുന്നിലുള്ളത്. ഈ കുട്ടികളോട് പണ്ടത്തെ ഏതെങ്കിലും ഒരു കഥ പറഞ്ഞ് നമ്മൾ പോകുന്നതിന് ബദൽ പുതിയ പുതിയ കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കുട്ടികൾ ഇൻട്രസ്റ്റഡ് ആവും, അല്ലേ. ഇപ്പോൾ സ്പേസിൽ പോയിട്ടുള്ള സുനിത വില്യംസിൻ്റെ ആ ഒരു കഥ ഇന്നത്തെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ഒരു മദ്രസ അധ്യാപകന് സാധിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വളരെ കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കുന്ന എനിക്ക് തോന്നുന്നത്, അല്ലേ ഷമീം സാറേ? രണ്ടും കണക്റ്റ് ചെയ്യണം. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ അത് ശ്രദ്ധിക്കും. നൊവൽറ്റി ഇൻ തിങ്കിങ്, നൊവൽറ്റി ഇൻ പ്രസൻറ്റേഷൻ, പുതുമ സൃഷ്ടിക്കുക. ഓൾഡ് വൈൻ ഇൻ ദി ന്യൂ ബോട്ടിൽ എന്ന് പറയും, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ, അല്ലേ. ഞാനൊരു തമാശക്കഥ കേട്ടു ഈ അടുത്ത്. ഒരു യൂട്യൂബിൽ നിന്നാണ്, ഒരു വാട്സപ്പിൽ നിന്നാണ്. ഒരു പ്രായം ചെന്നൊരു കാക്കയാണ്. കാക്ക വീട്ടിൽ കഞ്ഞി കുടിക്കുക. അപ്പോൾ ആ കഞ്ഞി കുടിക്കുമ്പോൾ കുട്ടികളൊക്കെ കഞ്ഞി കുടിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ കഞ്ഞി എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ഇയാൾക്കൊരു വാശി തോന്നി, എന്ത്, എൻ്റെ പേരക്കുട്ടികളൊക്കെ കഞ്ഞി കുടിപ്പിക്കണം. അപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ് നീ കൊണ്ടുവരിക, എന്നിട്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ട് ജ്യൂസിൻ്റെ ആ ഗ്ലാസ്സിൽ കൊടുത്തു. അപ്പോൾ വെള്ളിപ്പം ഇങ്ങനെ കുടിക്കണ കണ്ടപ്പോൾ എന്താണ് ചോദിച്ചപ്പോൾ ഇത് റൈസ് ജ്യൂസാണെന്ന് പറഞ്ഞു. റൈസ് ജ്യൂസാണെന്ന് പറഞ്ഞപ്പോൾ കുട്ടികളെല്ലാം കൂടി അത് മോന്തി കുടിച്ചു.
അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് റൈസ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ കഞ്ഞി ഒരു കുടിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഓൾഡായിരിക്കും, അത് ന്യൂ ടേമിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ മക്കൾ മാറും, മക്കൾ സ്വീകരിക്കും. അതിന് നമ്മളാ മാറേണ്ടത്, കുട്ടികളല്ല. നമ്മൾ ഓരെ മാറ്റാൻ ശ്രമിക്കാതെ നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ എല്ലാ സംവിധാനങ്ങളും കറക്റ്റഡ് ആവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വെക്കേഷൻ സമയത്ത് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പറയാറുള്ളത് നമ്മുടെ മക്കളെക്കുറിച്ചാണ്. അവർക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം നൽകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറല്ല എന്നൊക്കെയാണ് പരാതിപ്പെടാറുള്ളത്. അതിനുള്ള പരിഹാരമാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടുള്ളത്. നമ്മുടെ മക്കളെ ഈ പഴയ കാര്യങ്ങൾക്കോടൊപ്പം തന്നെ പുതിയ കാര്യങ്ങൾ കൂടി അവരിലേക്ക് നൽകിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അവർ ഫാസ്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളുടെ പിന്നാലെയാണ്, റീൽസുകളുടെയും ഷോർട്സുകളുടെയും, അതല്ലെങ്കിൽ ഒരു മിനിറ്റിനുള്ളിൽ എത്രത്തോളം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് അവതരിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. നമ്മളൊരു വീഡിയോ കാണാൻ നോർമൽ ടൈം എടുക്കുമ്പോൾ നമ്മുടെ മക്കളത് 2 സ്പീഡിലാണ്, 2 സ്പീഡിലാണ് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും അത് കാണുന്നത്. അത് ഒരു പ്രാവശ്യം കാണുമ്പോഴേക്ക് തന്നെ അവർക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ നോർമൽ സ്പീഡിൽ കേട്ടാൽ പോലും ഒരേ കാര്യം ചിലപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നുണ്ട്. അത്ര ഫാസ്റ്റായി ജീവിക്കുന്ന ഈ മക്കളോട് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവർക്ക് കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ ആ വിഷയം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ആസ്വാദനകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും നരകത്തിൻ്റെ പേടിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന നമ്മൾ സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഭൂതികളെക്കുറിച്ച് പഠിപ്പിക്കാറില്ല എന്നതാണ്. അതുപോലെ തന്നെ സ്വർഗീയ സുഖങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ആയത്തുകളും ഹദീസുകളും ഒരുപാടുണ്ടായിരിക്കെ തന്നെ ശിക്ഷകളെക്കുറിച്ചും അവരെ പേടിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും രണ്ടും പറയണം. അവിടെ ആസ്വാദനത്തിൻ്റെ കാര്യങ്ങൾ കൂടി നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട് സുന്ദരമായ സന്തോഷമുള്ള വീടുകളായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ മക്കളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും, അതല്ലെങ്കിൽ അവർ ആ രൂപത്തിലാവുന്നില്ല ഈ രൂപത്തിലാവുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. ആ മക്കളെ ചേർത്ത് പിടിക്കാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ നല്ലൊരു ആപ്റ്റ് ഉദാഹരണം കൂടിയാണ് സർ നമ്മൾ പറഞ്ഞു വെച്ചത്. ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ഒരു കഞ്ഞി കുടിപ്പിക്കാൻ ഈ ഒരു വിദ്യ ഉപയോഗിക്കുന്നു എങ്കിൽ ദീനീപരമായ കാര്യങ്ങളും ഒരു പക്ഷേ അതുപോലെ പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പുതിയ രൂപത്തിൽ അതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റി പിടിച്ച് നമുക്ക് പറയാനും അവതരിപ്പിക്കാനും സാധിച്ചാൽ അത് ഉൾക്കൊള്ളുന്ന മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറും എന്നതാണ്, നമ്മുടെ വീട് സന്തോഷമുള്ള വീടായിട്ട് തീരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സർ, ഇനി ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമ്മൾ പറയണമെങ്കിൽ ഇപ്പോൾ മക്കളുമായി നമ്മൾ വിഷയം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട സംഗതി വാല്യൂസിനാണ്. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം മൂല്യങ്ങൾ തിരിച്ചു കൊണ്ടുവരണം, അല്ലേ? ഇപ്പോൾ എല്ലാവരും അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂല്യങ്ങൾ തിരസ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അധ്യാപകൻ്റെ നേർക്ക് കയർത്ത് ചാടുന്ന ഒരു വിദ്യാർത്ഥി, അല്ലേ? ആ ഒരു നേർസാക്ഷ്യം നമ്മൾ കണ്ടു. അപ്പോൾ കാണുമ്പോൾ എന്തുണ്ട് പരിഹാരം? ധാർമ്മിക മൂല്യങ്ങൾ, ഇപ്പോൾ ഒരു അധ്യാപകനെ കളിയാക്കുന്ന ഒരു ഉമ്മ, അല്ലേ, ഈ മക്കളുടെ മുമ്പിൽ വെച്ചാണ് ഈ കളിയാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അധ്യാപകന് ആ വീട്ടിലൊരു വാല്യൂ ഇല്ല. അപ്പോൾ വാല്യൂസ് എന്നുള്ളത് നമ്മുടെ ലൈഫിൻ്റെ അടിത്തറയാണ്, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള അടിത്തറ എന്നുള്ള വാല്യൂസാണല്ലോ. അപ്പോൾ ആ വാല്യൂസ് എന്തൊക്കെയാണ്? ഹോണസ്റ്റി എന്നുള്ളത്, സത്യസന്ധത എന്നുള്ളത്, വിശ്വസ്തത എന്നുള്ളത്, അതുപോലെ ഒരു കാര്യം ലഭിക്കണമെങ്കിൽ പേഷ്യൻസ് ഉണ്ടാവുക എന്നുള്ളത്, ടോളറൻസ് ഉണ്ടാവുക എന്നുള്ളത്, ഏത് കാര്യത്തിനും ക്ഷമ വേണമല്ലോ. ഈ ക്ഷമയില്ലാതെ പെട്ടെന്ന് എല്ലാം ഫാസ്റ്റായിട്ട് നേടാൻ പറ്റില്ല എന്നുള്ള ബാലപാഠം മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചേ പറ്റൂ, അല്ലേ? ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് വയനാട് പോയിട്ട് പിന്നെ പെട്ടെന്ന് വണ്ടി പഞ്ചറായ സമയത്ത് സൂചി പഞ്ചറാണ്, അറിയാലോ. അപ്പോൾ വണ്ടിക്കുള്ളിലുള്ള ടയറും എന്താണ്, കാറ്റില്ലാത്തതാണ്. നമ്മൾ സ്റ്റെപ്പിനി ആയി വെക്കുന്നതും സ്വാഭാവികമായിട്ടും ഒരു ടൂർ മനോഭാവത്തിലാണ് കുട്ടികളും ഫാമിലിയൊക്കെ ഉള്ളത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ആ യാത്ര തടസ്സമാവാൻ, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ആ ഒരു വൈബും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കെത്തി. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ, ആ ഒരു സന്ദർഭത്തിൽ ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ ബാലപാഠങ്ങൾ ഈ ഉപ്പ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പ്രതിസന്ധി ലൈഫിലുണ്ടാവുമ്പോൾ ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണം. ലൈഫ് എന്ന് പറയുന്ന എപ്പോഴും സന്തോഷങ്ങൾ മാത്രമല്ല, എപ്പോഴും ഇറക്കമല്ല, ചിലപ്പോൾ കയറ്റങ്ങളുണ്ടാവും. ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷവും ദുഃഖവും നിറഞ്ഞതാണ്.
ഈ വണ്ടിയുടെ ടയർ പഞ്ചറായതുപോലെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇറങ്ങുന്ന ഘട്ടത്തിൽ എന്തുണ്ടാവും? ചില തടസ്സങ്ങൾ നമുക്കുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു കണ്ണൂർ പ്രോഗ്രാം. ഞാനതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും, അപ്പോൾ അവിടെ ആ പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ സംഘാടകർ എൻ്റെ സമയം വെച്ചുകൊണ്ട് അവർ പ്രോഗ്രാം നിശ്ചയിച്ചതാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് നന്നായി തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലായി വന്ന ഒരു പ്രശ്നം, കാരണം ഞാൻ ഷമീം സാറെയാണ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പറഞ്ഞയച്ചത്. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ച ഒരു കാര്യത്തെ മാറ്റിമറിക്കാൻ നമുക്കാർക്കും സാധിക്കുകയില്ല എന്നുള്ള ഒരു മെസ്സേജ്. അതാര് വിചാരിച്ചാലും അതാണ് അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത എന്ന് പറഞ്ഞത്. അള്ളാഹ് തടഞ്ഞത് നൽകാൻ ആരുമില്ല, നൽകിയത് തടയാൻ ആരുമില്ല. ഈ ഒരു വിശ്വാസം ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് റൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ടെൻഷനാണ് ഒരാൾക്ക് ഉണ്ടാവുക? ഈ ഒരു റൂട്ടിലേക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയും വഴിതെറ്റൂല, ഒരു ടെൻഷനിൽ കുട്ടികൾ പോവില്ല, ഒരു ഉമ്മയും വഴിതെറ്റൂല. അപ്പോൾ നമ്മൾക്ക് ചില അഖീദകളുണ്ട്, നമ്മുടെ വിശ്വാസങ്ങൾ അത്ര ദൃഢമാണ് അല്ലേ? നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു സഹാബി ആ കുട്ടി പനിച്ച് കിടക്കുന്ന സമയത്താണ് ജോലിക്ക് പോകുന്നത്. തിരിച്ചു വന്നപ്പോൾ ആ സഹാബിയുടെ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. ഭാര്യ അദ്ദേഹവുമായി ക്ഷയിച്ചു. അതിന് ശേഷമാണ് കുട്ടി എന്ന സമ്മാനത്തെ അള്ളാഹു തിരിച്ചെടുത്തു എന്നുള്ള വാർത്ത. ഇതൊക്കെ ആർട്ടിഫിഷ്യലായി പറയുന്ന കഥയൊന്നുമല്ലല്ലോ. ഒറിജിനലി ടുക്ക് പ്ലേസ് ചെയ്ത അല്ലെങ്കിൽ സംഭവിച്ച കാര്യമാണെങ്കിൽ ഇസ്ലാമിൽ നമ്മൾ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ മഹത്തരമാണ്. അത്രമാത്രം സ്വാധീനിക്കപ്പെട്ട കഥകൾ തന്നെയാണത്, സംഭവങ്ങളാണ്. അപ്പം അത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതില്ലേ? പക്ഷെ നമുക്കെവിടെ ഇതിനൊക്കെ നേരം? ഒരു ഉമ്മയും ഉപ്പയും മക്കളും ക്വാളിറ്റി ടൈം ഒന്നിച്ച് എത്ര ചിലവഴിക്കുന്നുണ്ട്? ഇതൊരു വലിയ ചോദ്യമല്ലേ? അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ, സംശയങ്ങൾ കുട്ടി വന്ന് ചോദിക്കുമ്പോൾ ഉമ്മക്കത് പറഞ്ഞു കൊടുക്കാൻ നേരമില്ല, വാപ്പ വീട്ടിൽ ഉണ്ടാവുന്നില്ല. ഈ രണ്ടുപേരും ഒന്നിച്ചുള്ള സമയം തന്നെ വാപ്പയും ഉമ്മയും തമ്മിൽ ഫൈറ്റിംഗ് മോഡിലാണ്. പിന്നെ എങ്ങനെ വീട്ടിൽ സമാധാനം ഉണ്ടാവുക? ഒരു കുട്ടിയുടെ സുരക്ഷിതത്വം, സെക്യൂരിറ്റി ഫീലിംഗ് ശരിക്കും നർച്ചർ ചെയ്യുന്നത് വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് അല്ലേ? ഉമ്മയും ഉപ്പയും ആ കുടുംബവും കൊടുക്കുന്ന ഒരു സമ്മാനമാണല്ലോ നിർഭയത്വം എന്നുള്ളത്. അത് കുട്ടിക്ക് വീട്ടിൽ നിന്ന് ആ ഒരു സേഫ്റ്റി ഫീലിംഗ് കിട്ടാത്ത കാലത്തോളം പുറത്ത് കോൺഫിഡൻസോട് കൂടി കുട്ടിക്ക് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക അല്ലേ? അപ്പോൾ അത് ബോധപൂർവം നമ്മുടെ കുട്ടിക്ക് ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ സുരക്ഷിതത്വ ഫീലിംഗ് ഉണ്ടാവേണ്ടതുണ്ട്. അത് കിട്ടാത്തത് കൊണ്ടാണ് ഹൈപ്പർ ആക്റ്റീവ് ചിൽഡ്രൻ പുറത്ത് വരുന്നത്. അത് നമ്മൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെന്ന് വരെ? ഇപ്പോൾ ഹൈപ്പർ ആക്റ്റീവായ ഒരു കുട്ടി അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡായ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഓടുന്നുണ്ട്, ഒരു സംശയമില്ല. എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു കുട്ടി ജന്മമെടുത്തു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ കുട്ടി ഹൈപ്പർ ആക്റ്റീവായി എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പലതിൻ്റെയും കാരണം നമ്മൾ തന്നെ ആയിരിക്കും. പലതും ഗർഭധാരണ സമയത്ത് ഈ കുട്ടിയുടെ ഉമ്മ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ പലപ്പോഴും കൗൺസിലിങ്ങിന് വേണ്ടി കേസുകൾ വരുമ്പോൾ എനിക്ക് അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും, ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അപ്പോൾ ഈ ഗർഭം ധരിച്ച സമയത്ത് നിങ്ങൾ തമ്മിൽ ഫൈറ്റിംഗ് മോഡിലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആണ്. ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷങ്ങൾ ഒരു കുട്ടിയുടെ ഉമ്മ കുട്ടിയെ ഗർഭം ധരിച്ച സമയത്ത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിരിക്കും, അതിൻ്റെ ഉപോൽപ്പന്നമായിരിക്കും ആ കുട്ടി. അപ്പം ഇത്തരം വിവരങ്ങൾ നമ്മുടെ ഉപ്പമാർക്ക് ഉണ്ടാവുന്നുണ്ടോ, കിട്ടുന്നുണ്ടോ അല്ലേ? ആ സമയത്ത് ആ ഭാര്യയോട് ഏറ്റവും ഹൃദ്യമായിട്ട് ഏറ്റവും മാന്യമായി പെരുമാറേണ്ടതുണ്ട് എന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം നമ്മൾ ജീവിതത്തിൽ പാലിക്കാതെ പോകുന്നു. അവിടെ പൈശാചികത നമ്മെ വരിഞ്ഞു മുറുക്കുന്നു അല്ലേ? വളരെ ക്രൂരമായിട്ടുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കപ്പെടുന്നു അല്ലേ? ഗർഭം അലസിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ടാവുന്നുണ്ട്. ക്രൂരമായി പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ചവിട്ടുന്നവരുണ്ട്. ഇങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ഇത് ഇന്നത്തെ സംവിധാനങ്ങളനുസരിച്ച് ആ ഭർത്താവിൻ്റെ പേരിൽ ഒരു ജസ്റ്റ് പെറ്റീഷൻ എഴുതി കൊടുത്താൽ മതി, അയാൾ കൂട്ടിൽ പോകേണ്ടി വരും. അത്ര ക്രൂരമായിട്ട് എല്ലാം സഹിച്ച് ഇപ്പോഴും ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട്. അതായത് ഭർത്താവിനെതിരിൽ ഒരു വിരലനക്കാതെ വളരെ മോശമായിട്ടാണ് അയാൾ, യഥാർത്ഥത്തിൽ അയാൾ രോഗിയാണ്.
അത് വിരലനക്കാനുള്ള ഒരു ധൈര്യം ആ കുടുംബത്തിൽ ആർക്കുമില്ല. എന്നിട്ട് വളരെ പാവങ്ങളായിട്ട് കഴിഞ്ഞ ദിവസം തലശ്ശേരി ഞാൻ പോയ സമയത്ത് അവിടെ ഒരു കൗൺസിലിംഗ് കേസിൽ വാപ്പയുടെ ക്രൂരതയുടെ കഥകളാണ് മക്കൾ പറയുന്നത്. എല്ലാവരും അത് വിക്ടിംസാണ്, അതിൻ്റെ ഇരകളാണ്. എന്നിട്ട് അവർ സഹിച്ച് ജീവിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് മനോരോഗികൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇതാരോട് അതൊക്കെ ഈ സങ്കടങ്ങൾ നമ്മൾ പറയാ? അപ്പോൾ ഇവിടെ റൂട്ട് കോസ് കറക്റ്റഡ് ആയിട്ടില്ല. പാരൻറ്റിങ്ങിൽ വരുന്ന മിസ്റ്റേക്സാണ് പല പ്രശ്നങ്ങളുടെയും റൂട്ട് കോസ്. നമ്മൾ കുറേ ഓയിൻമെൻറ്റ് തേച്ചിട്ടൊരു കാര്യമില്ല. നമ്മൾ ടോണിക് ഉള്ളിലേക്ക് കൊടുക്കുന്നതിന് ബദൽ ഓയിൻമെൻറ്റ് തേച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ആ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, വ്യക്തിപരമായ ശ്രദ്ധ, കുട്ടികളോടൊക്കെ ഓരോരുത്തരോട് നമ്മൾ സംസാരിക്കാനിരുന്നാൽ അവരുടെ നൊമ്പരങ്ങൾ പറയുമ്പോൾ നമ്മൾക്ക് തന്നെ കിടന്നുറങ്ങാൻ പറ്റില്ല. അത്രമാത്രം ഭീകരമാണ് കാര്യങ്ങൾ. ഞാൻ ഇത് പർവ്വതീകരിക്കുകയല്ല. നമ്മൾ പ്രശ്നത്തിൻ്റെ റൂട്ട് കോസിലേക്ക് പോയിട്ട് പരിഹാരം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് നമ്മുടെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വാല്യൂസ് അല്ലേ, നമ്മളെല്ലാവരും ചർച്ച ചെയ്യാറുള്ളൊരു കാര്യമാണ് വാല്യൂസ് എന്ന് പറയുന്നത്. അവിടെ മോറൽ വാല്യൂകൾ, മതപരമായ നിയമങ്ങൾക്ക് വലിയ പങ്ക് എല്ലാ സമൂഹത്തിലുമുണ്ട്. ആ വാല്യൂകൾ ഉൾക്കൊണ്ടുകൊണ്ട്, ആ വിലയേറിയ അമൂല്യമായ ആ നിധികൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അത് തന്നെയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പരസ്പരം കുടുംബത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള സമയങ്ങൾ കണ്ടെത്താനും ചിലവഴിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവിടെ കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയണം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഓരോരുത്തർക്കും പ്രത്യേകമായി സമയം നൽകണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ, ആ ഇൻറ്റിമസി ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ സന്തോഷമുണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ രോഗങ്ങൾ, പലതരത്തിലുള്ള പല അവസരത്തിലുള്ള പ്രതികരണങ്ങൾ ആളുകളുടെ അടുത്ത് നിന്നുണ്ടാവും. അപ്പോൾ ഓരോ സമയത്തും എൻ്റെ കൂടെയുള്ള ആളുകൾ തിരിച്ചറിഞ്ഞ് അവർക്കൊരു രോഗാവസ്ഥയുണ്ടെങ്കിൽ ആ രോഗാവസ്ഥയ്ക്ക് വേണ്ട പരിഹാരം കണ്ടെത്താനും കുടുംബാംഗങ്ങൾക്കാണ് കഴിയേണ്ടത് എന്ന് പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കൂടെയുള്ള ആളുകൾക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുടുംബം ഒന്നാകെ അതിൻ്റെ കെടുതികൾ അനുഭവിക്കും എന്നുള്ളതാണ്. അതോടൊപ്പമൊക്കെ നമ്മൾ മനസ്സിലാക്കുക, പ്രാർത്ഥനകളുടെ കാര്യത്തെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം അള്ളാഹു വിധിച്ചതാണ് അല്ലേ. അള്ളാഹുവിൻ്റെ വിധിയെ തടുക്കാനോ മാറ്റാനോ നമുക്ക് ആർക്കും സാധ്യമല്ല. അവിടെ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, വാല്യൂകൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതവും കുടുംബവും വീടുമൊക്കെ സുന്ദരമായി തീരും എന്നുള്ളതാണ് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് ഇനി അവസാനമായിട്ട് എന്തെങ്കിലും അവിടെ നമ്മൾ പരമമായി ഊന്നി പറയാനുള്ളത് സ്നേഹം എന്നുള്ള വികാരം അത് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു വികാരമല്ല, അത് പ്രകടിപ്പിക്കേണ്ടതാണ്. മക്കളോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും കുടുംബത്തിലുള്ള എല്ലാവരോടും സമൂഹത്തോടൊക്കെ അത് നമ്മൾ പ്രകടിപ്പിക്കുക തന്നെ വേണം. അതിൽ പിശുക്ക് കാണിക്കാതിരിക്കുക, അത് പ്രകടിപ്പിക്കുക. ഈ വീടിൻ്റെ അകം സമാധാനപൂരിതമാണെങ്കിൽ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ ആ സംസാരം എന്നെ ചിന്തിപ്പിക്കുകയാണ്. ഒരു ഖുതുബ അദ്ദേഹം കേട്ടു. ആ കേട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കമൻ്റ് ഇതാണ്: നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ വളരെ റഫ് ആൻഡ് ടഫായിട്ടാണ് പെരുമാറാറുള്ളത്. കാരണം ജീവിത സന്ധാരണത്തിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടുകയാണ്. പലപ്പോഴും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ആ ടെൻഷൻ മുഴുവൻ പേറിയിട്ട് വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തുമ്പോൾ അവിടെ ഒരു കംപ്ലൈനിങ് നേച്ചറുള്ള പരാതികളുടെ ബോക്സ് നിറച്ച് വെച്ചിട്ട് അത് തുറന്നു വെക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ മൂഡ് പോകുന്നുള്ളതിലൊരു സംശയമില്ല. ഇവിടെ എല്ലാവരും ഒന്നിച്ച് ചിന്തിക്കേണ്ട കാര്യം, സ്നേഹം വിളമ്പണമെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഭാര്യയ്ക്ക് കൂടിയുണ്ട് അല്ലേ. ഭാര്യ പരാതികൾ പറയാൻ വേണ്ടി മാത്രം വാ തുറക്കുന്ന അവസ്ഥയിൽ നിന്ന് ചില ഘട്ടങ്ങളിൽ ക്ഷമ അവലംബിക്കുക എന്നുള്ളത് ഭർത്താവിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഭാര്യയുടെയും ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ രണ്ടുപേരും ആ കൊണ്ടും കൊടുത്തും റെസ്പെക്റ്റ് ചെയ്തും ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ, പ്രാർത്ഥനാ നിർഭരമായ ഒരു സാഹചര്യം വീട്ടിലുണ്ടാവുമ്പോൾ, തവക്കുലുണ്ടാവുമ്പോൾ ആ വീട്ടിൽ സന്തോഷം ഉണ്ടാവും. ലോകത്തുള്ള എല്ലാ കാര്യവും സന്തോഷവും സമാധാനവും മുഴുവൻ ഇവിടുന്ന് കിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നഷ്ടപ്പെടുത്തുന്നത് വരാനുള്ള ലോകത്ത് തരാൻ വേണ്ടിയിട്ടാണ്. അവിടെ നഷ്ടപ്പെടുത്തുന്ന ഘട്ടത്തിൽ നമ്മൾ ക്ഷമിക്കേണ്ടതുണ്ട്. എന്ത്, എനിക്കൊരു അപകടം പറ്റി, ഒരു മുറിവ് പറ്റി, ആ മുറിവ് നന്മയാണ് എന്നുള്ളത് വിശ്വാസിക്ക് മാത്രം സംഭവിക്കുന്ന നന്മയാണ്. കാരണം അതാണ് അജബുല്ലി അംറിൽ മുഅ്മിൻ എന്നുള്ള ഹദീസ്.
അല്ലെ? ആ ഹദീസൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ വിശാലതയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ടെൻഷൻ ഉണ്ടാവുമോ? അല്ലേ? വിശ്വാസി സന്തോഷമുള്ള ഘട്ടത്തിൽ സ്തുതിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും പ്രയാസങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ ക്ഷമ അവലംബിക്കുകയും ചെയ്യും. ഇത് വിശ്വാസിക്ക് മാത്രം കിട്ടുന്ന ഒരു ഒരു സംഗതിയാണ്. ഇതാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. അൽഹംദുലില്ലാ, ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഏറ്റവും നല്ല സന്തോഷമുള്ള ഹൈറും ബർക്കത്തുമുള്ള കുടുംബമായി തീരാൻ വേണ്ട ചേരുവകളാണ് നമ്മൾ പറഞ്ഞത്. അതോടൊപ്പം പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോവുക. നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള ധാർമ്മികമായ മൂല്യങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങൾ ധാരാളം ഇന്നുണ്ട്. യൂട്യൂബ് വീഡിയോകൾ ഇന്നുണ്ട്, പീസ് റേഡിയോ സംവിധാനങ്ങൾ പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു എപ്പിസോഡിലും നമ്മോടൊപ്പം ചേർന്ന് നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ നൽകിയ ബഹുമാനനായ സഹസറിനുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.